നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ കോവിഡ് കേസുകൾ 6000-ന് മുകളിൽ. TPR 20.7 ഉയർന്നിരിക്കുന്നു. ഒമിക്രോൺ വകഭേദം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികൾ കർശനമാക്കാൻ ആരോഗ്യ മന്ത്രാലയം ശുപാർശ സമർപ്പിച്ചു. 29,304 പേരെ രോഗനിർണയ പരിശോധന നടത്തിയതിലാണ് 6063 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 51,718 ആയിരിക്കുന്നു. ഇന്ന് ഒരു മരണം രേഖപ്പെടുത്തി. 569 രോഗികളാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 91 പേരുടെ നില ഗുരുതരം. ഇന്ന് 5129 പേർക്ക് രോഗം ഭേദമായി. സൗദി അറേബ്യയിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയർന്നു. 4211 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചതായിട്ടാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. നിലവിലെ രോഗികളിൽ 5162 പേർ സുഖം പ്രാപിച്ചു. ചികിത്സയിലുള്ളവരിൽ 4 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 6,77,264 രോഗമുക്തരുടെ എണ്ണം 6,40,353 ആയിരിക്കുന്നു. ആകെ മരണസംഖ്യ 8,940 ആകെ 37,971 കോവിഡ് ബാധിതരാണ് രാജ്യത്താകെ ചികിത്സയിലുള്ളത്. ഇതിൽ 967 പേരാണ് ഗുരുതര നിലയിൽ. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.17%, മരണനിരക്ക് 1.3%. ഖത്തറിൽ കോവിഡ് വാക്സിൻ രണ്ടാമത്തെ ഡോസ് എടുത്ത് 9 മാസത്തിൽ അധികമായിട്ടും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവരുടെ ഇഹ്തിറാസിലെ ഗോൾഡൻ ഫ്രെയിം സ്റ്റാറ്റസ് ഇന്നു മുതൽ നഷ്ടമാകും. കോവിഡ് വാക്സിനേഷൻ കാലാവധി 9 മാസമാക്കിയുള്ള പുതിയ വ്യവസ്ഥ ഇന്ന് പ്രാബല്യത്തിൽ വരുന്നതോടെയാണിത്. കോവിഡ് വാക്സിൻ എടുത്തവർ എന്നതാണ് ഗോൾഡൻ ഫ്രെയിം സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഡോസ് എടുത്ത് 9 മാസം കഴിഞ്ഞിട്ടും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവരെ ഇന്നു മുതൽ വാക്സിൻ എടുക്കാത്തവരുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യദിനം, വിമോചന ദിനം, അൽ ഇസ്ര വൽ മിറാജ് എന്നിവ പ്രമാണിച്ച് ഫെബ്രുവരി 27 മുതൽ മാർച്ച് 5 വരെ കുവൈറ്റിലെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ ഏജൻസികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധി. കുവൈറ്റ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത്. 5 ദിവസത്തെ അവധി നൽകാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. എന്നാൽ വെള്ളി, ശനി വാരാന്ത്യ അവധികൾ അടുത്തു വരുന്നതോടെ 9 ദിവസം അവധി ലഭിക്കും. ഫെബ്രുവരി 27 മുതൽ തുടങ്ങുന്ന അവധി അവസാനിക്കുന്നത് മാർച്ച് 5-നാണ്. പിന്നീട് 9 ദിവസത്തെ അവധിക്ക് ശേഷം മാർച്ച് 6 ഞായറാഴ്ച മുതലാണ് സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കുക. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരെ കോടീശ്വരന്മാരാക്കി മാറ്റിയ അബുദാബി ബിഗ് ടിക്കറ്റ് തങ്ങളുടെ പുതിയ നറുക്കെടുപ്പിന്റെ വിവരങ്ങൾ പ്രഖ്യാപിച്ചു. ഫെബ്രുവരിയിൽ ബിഗ് ടിക്കറ്റ് എടുക്കുന്നവരിൽ നിന്ന് ഒന്നാം സമ്മാനാർഹനാവുന്ന ഭാഗ്യവാന് 24 കോടി രൂപയാണ് ലഭിക്കുക. 10 ലക്ഷം ദിർഹമാണ് രണ്ടാം സമ്മാനം. മറ്റ് 5 സമ്മാനങ്ങളും മാർച്ച് 3-ന് നടക്കുന്ന നറുക്കെടുപ്പിൽ വിജയികളെ കാത്തിരിക്കുന്നു. മെഗാ നറുക്കെടുപ്പിലെ സമ്മാനങ്ങൾക്ക് പുറമെ ഫെബ്രുവരി മാസം ബിഗ് ടിക്കറ്റ് എടുക്കുന്ന എല്ലാവർക്കും ഓരോ ആഴ്ചയും 50,000 ദിർഹം വീതം സ്വന്തമാക്കാൻ അവസരമൊരുക്കുന്ന പ്രതിവാര നറുക്കെടുപ്പുകളും ഉണ്ടാകും. UAE-യിലുള്ള ബിസിനസ്സുകൾ നേടുന്ന ലാഭത്തിന് കോർപ്പറേറ്റ് നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനവുമായി UAE. ലാഭത്തിന്റെ 9% ഫെഡറൽ കോർപ്പറേറ്റ് നികുതിയായി ഈടാക്കാനാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. അടുത്ത വർഷം ജൂൺ 1 മുതൽ നിലവിൽ പുതിയ നികുതി നിലവിൽ വരും. എന്നാൽ ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 3,75,000 ദിർഹം വരെയുള്ള ലാഭത്തിന് നികുതിയില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിൽ, റിയൽ എസ്റ്റേറ്റ്, മറ്റ് നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്നുള്ള വ്യക്തിഗത വരുമാനത്തിന് കോർപ്പറേറ്റ് നികുതി ബാധകമല്ല. ലൈസൻസ് ഉള്ളതോ അല്ലാത്തതോ ആയ ബിസിനസ്സിൽ നിന്നോ മറ്റു വാണിജ്യ പ്രവർത്തനങ്ങളിൽ നിന്നോ അല്ലാതെ വ്യക്തികൾ സമ്പാദിക്കുന്ന മറ്റേതെങ്കിലും വരുമാനത്തിനോ പുതിയ നികുതി ബാധകമാവില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയിൽ ബിനാമി ബിസിനസ് ഇടപാടിനും കള്ളപ്പണം വെളുപ്പിക്കലിനും പിടിയിലായ 2 പേർക്ക് ശിക്ഷ വിധിച്ചതായി സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക കോടതിയാണ് സ്വദേശി പൗരനും വിദേശിക്കുമെതിരെ പ്രാഥമിക വിധി പുറപ്പെടുവിച്ചത്. ജയിൽവാസം അനുഭവിക്കേണ്ടതിന് പുറമെ കള്ളപ്പണം വെളുപ്പിച്ചതിന് ഇരുവരും 100 ദശലക്ഷം റിയാൽ പിഴ അടയ്ക്കണമെന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ ഇവർ വിദേശങ്ങളിലേക്ക് കടത്തിയെന്ന് തെളിഞ്ഞ 2 കോടി റിയാലിന്റെ സ്വത്ത് കണ്ടുകെട്ടാനും പ്രത്യേക കോടതി നിർദ്ദേശിച്ചു. യാതൊരുവിധ അംഗീകാരവുമില്ലാതെ ഇരുവരും ബാങ്കിംഗ് ബിസിനസ് നടത്തി ഭീമമായ പണം സമാഹരിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സാമൂഹ്യ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ബഹ്റൈനിലെ ദക്ഷിണ മേഖലാ ഗവർണറേറ്റ് ക്യാമ്പയിനുമായി രംഗത്ത്. ഗവർണർ ഷെയ്ഖ് ഖലീഫ ബിൻ അലി
ബിൻ ഖലീഫ അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം വിവിധ സർക്കാർ അതോറിറ്റികളുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സാമൂഹ്യ പങ്കാളിത്തത്തോടെ ക്യാമ്പയിൻ പരമ്പര നടത്താനാണ് ലക്ഷ്യമിട്ടത്. ദക്ഷിണ മേഖലാ മുനിസിപ്പൽ കൗൺസിൽ, പോലീസ് ഡയറക്ടറേറ്റ്, സിവിൽ ഡിഫൻസ് എന്നീ വിഭാഗങ്ങളുമായി സഹകരിച്ച് സുരക്ഷാ അവബോധം ശക്തിപ്പെടുത്തുന്നതിന് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. രാജ്യം കൈവരിച്ച പുതിയ നേട്ടങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ദേശീയ പതാകയും ദേശീയ ഗാനവും എംബ്ലവുമെല്ലാം പരിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൗദി ഭരണകൂടം. ഇതുമായി ബന്ധപ്പെട്ട് കരട് തീരുമാനത്തിന് തിങ്കളാഴ്ച ചേർന്ന ഷൂറ കൗൺസിൽ യോഗം ഏകകണ്ഠമായി അംഗീകാരം നൽകിയതായി ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു. ഇവരെ കാലാനുസൃതമായി പരിഷ്കരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. അമുസ്ലിം വിവാഹമോചന കേസുകൾ അബുദാബിയിൽ ഒറ്റ ദിവസം കൊണ്ട് തീർപ്പാക്കുന്നു. അബുദാബിയിൽ ഡിസംബറിൽ ആരംഭിച്ച അമുസ്ലിം കോടതിയാണ് സങ്കീർണ നടപടികളും നീണ്ട സാക്ഷി വിസ്താരവും ഒഴിവാക്കി വിവാഹമോചനത്തിന് അവസരം ഒരുക്കുന്നത്. ഇതനുസരിച്ച് കഴിഞ്ഞ ദിവസം അമേരിക്കൻ ദമ്പതികൾക്ക് ഒറ്റ ദിവസം കൊണ്ട് വിവാഹമോചനം അനുവദിച്ചിരുന്നു. യുഎയിൽ താമസിക്കുന്ന ഇതര മതസ്ഥരുടെ വിവാഹം, വിവാഹമോചനം, പിതൃത്വം, കുട്ടികളുടെ സംരക്ഷണം, അനന്തരാവകാശം, വ്യക്തിഗത പദവി തുടങ്ങിയ കേസുകളാണ് ഈ കോടതി പരിഗണിക്കുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.